തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള 2020 പിന്മാറ്റത്തെ ആശങ്കയോടെ നോക്കിക്കണ്ട് മുന്നണികൾ. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ആം ആദ്മിയും 2020യും നിലപാട് സ്വീകരിക്കുമ്പോൾ ആ വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നാണ് മുന്നണികൾക്ക് തലവേദന സൃഷ്ടിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ 2020 അടുത്ത ദിവസം യോഗം ചേരും. കന്നിയംഗത്തിനിറങ്ങിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ 2020 നേടിയത് 13,879 വോട്ടുകൾ. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തു നിന്നും 2020 പിന്മാറുമ്പോൾ ഈ വോട്ടുകൾ ആർക്ക് പോകുമെന്നാണ് മുന്നണികളുടെ ആശങ്ക. 2020യുടെ പിന്മാറ്റം ഉമാ തോമസിന് ഗുണമാകുമെന്ന് UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. അതേസമയം തന്നെ വരും ദിവസങ്ങളിലുണ്ടാകുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകൾ 2020യുടെ വോട്ടുകൾ LDF പക്ഷത്തേക്ക് ചായുമോ എന്ന ഭയവും UDFിനുണ്ട്. എന്നാൽ സഭയുടെ നിലപാടിലാണ് LDF പ്രതീക്ഷയർപ്പിക്കുന്നത്. പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ 2020 സമ്പാദിച്ച വോട്ടുകളിൽ നല്ലൊരു ഭാഗം ജോ ജോസഫിന് അനുകൂലമാകുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. 2020ക്ക് ലഭിച്ച UDF അനുകൂല വോട്ടുകൾ അവരിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്ന ആശങ്കയും ഒരേ സമയം LDF ക്യാമ്പിനുണ്ട്. എന്തായാലും അടുത്ത ദിവസം ചേരുന്ന 2020 യോഗത്തിലേക്കാണ് ഇടതു വലത് മുന്നണികളുടെ കണ്ണുകൾ. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാട് നമുക്ക് കൃത്യമായിട്ട് എടുക്കണമെങ്കിൽ അടുത്ത ഞായറാഴ്ച അദ്ദേഹവുമായിട്ട് ഞങ്ങൾ കൂടി ആലോചിച്ചതിന് ശേഷം അത് പരസ്യമായിട്ടുള്ള നിലപാടെടുക്കണമെങ്കിൽ പരസ്യമായിട്ട്, അതായത് രഹസ്യമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ എടുക്കില്ല. മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മാതിരി പിറകിൽ നിന്ന് സഹായിക്കുക, അല്ലെങ്കിൽ ആരോടും പറയാതെ സഹായിക്കുക, അങ്ങനെ ഒരു നിലപാടില്ല. AAPയുമായി കൂടിയാലോചിച്ചാവും 2020 നിലപാട് സ്വീകരിക്കുക. 14-ന് കേരളത്തിലെത്തുന്ന അരവിന്ദ് കെജ്രിവാളുമായി സാബു M ജേക്കബ് ചർച്ച നടത്തും. എന്നാൽ ഇരു മുന്നണികളോടും അകലം പാലിച്ച് വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. സനോജ് സുരേന്ദ്രൻ, News 18, കൊച്ചി.